ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു SRT വ്ളോഗ്സ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഇൻ ബാലി. അപ്പൊ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അധികം റഷ് ഇല്ലാതെ എനിക്ക് വൈകുന്നേരം എയർപോർട്ടിലേക്ക് പോകണം. അപ്പൊ അതിന് മുമ്പ് കവർ ചെയ്യാൻ പറ്റുന്ന അടുത്തുള്ള സ്ഥലങ്ങള് എന്താ റിലാക്സ് ചെയ്ത് കാണാന്നുള്ളൊരു പ്ലാനാണ് ഇന്ന്. അങ്ങനെ ബാലിയിലെ അവസാന ദിവസം കേട്ടോ. ഞാൻ ബാലിയിൽ താമസിച്ച റൂമിനോടൊക്കെ വിട പറഞ്ഞ് ഇറങ്ങുവാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു അക്കോമഡേഷൻ ആയിരുന്നു കേട്ടോ. നല്ല റൂമായിരുന്നു. അങ്ങനെ സന്തോഷത്തോടെയും സങ്കടത്തോടെയും ഞാൻ ആ റൂമിനോട് ബൈ പറഞ്ഞ് ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, നല്ല വിശപ്പുണ്ട്. റൂം ചെക്കൗട്ട് ചെയ്ത് ലഗേജ് ഫുൾ എടുത്തിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. ഇനി നേരെ വയറ് നിറച്ചൊരു എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ അടുത്ത് കിട്ടിയൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ ചെന്ന് ഞാൻ ആദ്യം തന്നെ സ്മൂത്തിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. നമുക്ക് എവിടെ പോയാലും മനസ്സും ശരീരവും ഒന്ന് റീഫ്രഷ് ആയിട്ടൊക്കെ കിട്ടിക്കാനായിട്ട് സ്മൂത്തിയൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്യും. കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, വയർക്ക് നല്ലൊരു ഹാപ്പി ആയ പോലെ തോന്നാറുണ്ട് സ്മൂത്തി കഴിച്ച് കഴിയുമ്പോൾ. അങ്ങനെ അതിൻ്റെ കൂടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ഡെസേർട്ട് വന്നിട്ടോ. ഞാനത് പഴം എന്തോ ഫില്ല് ചെയ്തതാണ്. അതിലിങ്ങനെ ഹണിയാണോ ചോക്ലേറ്റ് ക്രീമാണോ എന്ന് എനിക്കറിയില്ല. ആ ക്രീം ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കുമ്പോഴല്ലേ എൻ്റെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ആ സാധനം കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോഴും എൻ്റെ നാവിൽ ആ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച റെസ്റ്റോറൻറ്റ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പോകുന്നത് അവിടുത്തെ ഒരു ടെമ്പിളിലാണ് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ബാലിയിൽ. അതുകൊണ്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ദൂര സ്ഥലങ്ങളിൽ പോകാനൊന്നും ഞാൻ നോക്കിയില്ല. അന്നത്തെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് രാവിലെ തന്നെ അമ്പലത്തിൽ പോകാം എന്നുള്ളതായിരുന്നു കേട്ടോ. ആ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്കാണെങ്കിൽ നിറച്ച് കുരങ്ങന്മാരാട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേതാ ഇവിടെ ഒരു വമ്പൻ കയ്യിൽ റെയ്ബാൻ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് എന്തെല്ലോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്ലാസിൻ്റെ ഒന്ന് അവസ്ഥ നോക്ക്. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഞാൻ കുറേ നേരം അത് വാച്ച് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. ആ ഗ്ലാസ് ആരുടെയാണെന്ന് അറിയില്ല. ആരുടെയാണെങ്കിലും ആ ഗ്ലാസ്സിന് ആദരാഞ്ജലികൾ. അങ്ങനെ ഉള്ളിലേക്ക് കടന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, അയ്യോ എന്ത് നയന മനോഹരമാണല്ലേ. എന്ത് രസമാണെന്നറിയോ. അവിടുത്തെ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബാലിയിൽ ഞാൻ പോയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതായിരിക്കും എൻ്റെ മെമ്മറിയിൽ നിൽക്കുന്നുണ്ടാവുക. കാരണം എനിക്ക് അവിടെ നിന്ന് തിരിച്ച് പോരാൻ തോന്നിയില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഭയങ്കര അടിപൊളി സ്ഥലം കേട്ടോ. അത് നല്ല കാറ്റും പച്ചപ്പൊക്കെ. അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് ഉലുവാത്തൂർ ടെമ്പിളിലാട്ടോ. ഇത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ടെമ്പിൾ ആണ്. ആക്ച്വലി ഇവിടെ കുറെ ഈ ഫോറിനേഴ്സിനൊക്കെ അവർ മുണ്ട് കൊടുത്തിട്ടുണ്ട്, വയലറ്റ് കളർ മുണ്ട്. പക്ഷെ ഞാൻ ജീൻ ഇട്ടത് കൊണ്ട് ഫുൾ കവേർഡ് ആയതുകൊണ്ട് നമുക്ക് മുണ്ടില്ല. പകരം ഇങ്ങനത്തെ ഒരു ചെറിയ കെട്ടാനുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ആ കളർ ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിൻ്റെ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാട്ടോ. ബീച്ചിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ടെമ്പിൾ നിൽക്കുന്നത്. സോ നമുക്ക് ആദ്യം ബീച്ച് കണ്ടിട്ട് ടെമ്പിളിലേക്ക് പോവാം. ബാ. സ്കൈ ബ്ലൂ കളർ നമ്മുടെ മാൽദീവ്സ് ലക്ഷദ്വീപ് ഒക്കെ പോയി കഴിയുമ്പോൾ കാണുന്ന കളർ കേട്ടോ.
അമ്പലം കാണണം എന്ന് പറഞ്ഞ വലിയ കാര്യത്തിന് പോയിട്ട് അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല കേട്ടോ. കുറേ അടച്ചിട്ട അമ്പലങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഏറ്റവും ടോപ്പിൽ നിന്ന് നമ്മുടെ കടലിലേക്കുള്ളൊരു വ്യൂ പോയിന്റും ഇതായിരുന്നു അവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പോയ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങുവാണേ. സോ ഈ 3 ദിവസത്തെയും ബ്ലോഗ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡേ ഏതാണ്, അല്ലെങ്കിൽ ഞാൻ പോയ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാന്നുള്ളത് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. അങ്ങനെ ഉച്ച കഴിയും വരെ അവിടുത്തെ കാറ്റൊക്കെ കണ്ട് ആ അമ്പലത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ തേരാപ്പാര അവിടെ നടന്നു. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നു, ഇനിയിപ്പോൾ ലഞ്ച് പോയിട്ട് കഴിക്കണം. അങ്ങനെ ലഞ്ച് എവിടെ നിന്ന് കഴിക്കുന്നുള്ളൊരു സ്ഥലം തപ്പി നടക്കുവാണേ. ഡ്രൈവർ എന്നോട് ചോദിച്ചു ബോറടിക്കുന്നുണ്ടോ, പാട്ട് കേൾക്കണമെന്ന്. നമ്മളെന്തായാലും പാട്ട് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് സോങ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അമ്പിളി സിനിമയിലെ ആരാധികെ, അങ്ങനെ ആ സോങ്ങൊക്കെ പ്ലേ ചെയ്യാൻ പറഞ്ഞ ഡ്രൈവർ ഫുള്ള് സൗണ്ടിൽ ആ സോങ് പ്ലേ ചെയ്തിരുന്നു. ഞാൻ എൻ്റെ ഓർമ്മകളിങ്ങനെ അയവിറക്കി ബാക്കിലിങ്ങനെ കിടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് സ്വസ്ഥമായിട്ട് റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ടായിരുന്നു. എന്തിനാണെന്നറിയില്ല, ആകെ മൂഡ് ഓഫ് ആയി ആ പാട്ട് കേട്ടപ്പോൾ. ഈ പാട്ട് എപ്പോൾ കേട്ടാലും എനിക്ക് കുറേ മെമ്മറീസ് ഇങ്ങനെ എന്നെ ഹോണ്ട് ചെയ്യും. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സങ്കടമാണ് ആ സോങ് എപ്പോൾ കേട്ടാലും. ആൻഡ് എൻ്റെ ഫേവറേറ്റ് വണ്ണാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സോങ്ങാണ്. എൻ്റെ മരണസമയത്ത് പോലും അവസാനമായിട്ട് എനിക്ക് ആ പാട്ട് കേൾക്കണം. അപ്പോൾ അത്രത്തോളം എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട് ആ പാട്ടിനെ പറ്റി. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് എനിക്ക് റെഡി ആയിട്ടോ. ഭയങ്കര വ്യൂ ആണ് കേട്ടോ. നല്ല ബീച്ചിലേക്ക് ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. നല്ല തിരക്കുള്ളൊരു സമയമായിരുന്നു. ആൻഡ് എന്താ പറയുക, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. മഴ ഏത് സമയത്തും മഴ പെയ്യാം, അങ്ങനെ നിൽക്കുന്ന ഒരു മൂടി കിട്ടിയ ഒരു അന്തരീക്ഷമൊക്കെ ആയിരുന്നു. സോ ആ ഒരു വൈകുന്നേരം ഞാൻ നല്ല റിലാക്സ് ചെയ്തു അവിടെ ഇരുന്നിട്ട്. അപ്പോൾ എന്തായാലും ഒരു ട്രിപ്പൊക്കെ വന്നതല്ലേ, അവസാന ദിവസമല്ലേ, രണ്ടെണ്ണൊക്കെ അടിച്ച് ചില്ലാവാം എന്ന് വിചാരിച്ചിട്ട് അടിപൊളിയായിട്ടൊരു സ്ഥലം തന്നെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ ലഞ്ച് കഴിച്ച റെസ്റ്റോറൻറ്റ്, ട്രോപ്പിക്കൽ ടെംപ്റ്റേഷൻ. അടിപൊളി റെസ്റ്റോറൻറ്റ് ആട്ടോ. നല്ല ആംബിയൻസും നല്ല സർവീസും ഓവറോൾ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി വേറെ പരിപാടികളൊന്നുമില്ല. വയറൊക്കെ നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്ത് വണ്ടിയിലിരുന്ന് എയർപോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. തിരിച്ചു പോകാൻ ടൈമായി. അപ്പോൾ ഒത്തിരി ദൂരെയാണ് എയർപോർട്ട്. അങ്ങനെ എന്താ പറയുക, വീണ്ടും ആ സെയിം പാട്ടൊക്കെ വണ്ടിയിൽ ഡ്രൈവറെ കൊണ്ട് നിർബന്ധപൂർവ്വം പ്ലേ ചെയ്യിപ്പിച്ച് ഇങ്ങനെ എന്താ പറയുക, ആവശ്യമില്ലാതെ വെറുതെ ഓരോന്ന് ആലോചിച്ച് സങ്കടപ്പെട്ട് ആണ് ഞാനിങ്ങനെ ഈ യാത്ര. പക്ഷെ ആ യാത്ര ഒരു രസമുള്ള യാത്രയായിരുന്നു കേട്ടോ. അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, അതുകൂടാതെ മഴ ഇപ്പം പെയ്യുന്നു പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കൊതിപ്പിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷം, എല്ലാം കൂടെ എനിക്ക് എന്താ പറയുക, നല്ല കാറ്റ്, തണുപ്പ്, എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി ഞാൻ ചെയ്ത ആ ഒരു ട്രാവൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ കാറിലിരുന്ന് പോകുന്നൊരു മൂഡാണ്. അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആ ഒരു യാത്ര, എയർപോർട്ടിലേക്കുള്ളൊരു യാത്ര ഭയങ്കര രസമുള്ളൊരു യാത്രയായിരുന്നു. അങ്ങനെ നമ്മുടെ ബാലി വിശേഷങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ബാലിയിലെ കഥകളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.